നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയും. വിവിധ സമയങ്ങളിൽ പീഡിയാട്രിക് വാർഡിൽ പ്രവേശിപ്പിച്ച 7 കുട്ടികൾക്കാണ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായത്. ഭക്ഷ്യവിഷബാധയ്ക്കാണ് സാധ്യതയെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. പീഡിയാട്രിക് വാർഡ് വൃത്തിഹീനമല്ലെന്ന പരാതിയുമുണ്ട്. അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് DMO. വിവിധ സമയങ്ങളിൽ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ പീഡിയാട്രിക് വാർഡിൽ പ്രവേശിപ്പിച്ച 8 കുട്ടികൾക്കാണ് വയറിളക്കവും ഛർദിയുമടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായത്. ഭക്ഷ്യവിഷബാധയ്ക്കാണ് സാധ്യതയെന്ന് ആശുപത്രി അധികൃതർ പറയുമ്പോഴും പീഡിയാട്രിക്സ് വിഭാഗത്തിലെ ശുചിത്വമില്ലായ്മ ചൂണ്ടിക്കാട്ടുകയാണ് രക്ഷിതാക്കൾ. കുട്ടികളൊന്നും ഒരേ സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരോ വെള്ളം കുടിച്ചവരോ അല്ലെന്നും ബന്ധുക്കൾ പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയെങ്കിലും ഡോക്ടർ എത്തി പരിശോധിച്ചത് ഇന്നാണെന്നും പരാതിയുണ്ട്. ഇന്നലെ വൈകുന്നേരം തൊട്ടാണ് കുട്ടികൾക്ക് ഛർദിൽ തുടങ്ങിയത്. 8 കുട്ടികളാണ് മൊത്തം ഛർദിലും ലൂസ് മോഷനുമായിട്ട് ഇപ്പം ഈ വാർഡിലോട്ട് ഞങ്ങൾ മാറ്റിയത്. പീഡിയാട്രിക് വാർഡിൽ കടന്ന 8 കുട്ടികളാണ് ഇത് ഇത്രയും പേര്. ഇവരിൽ ആരും ഒരുമിച്ച് ഫുഡ് കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു വെള്ളം കുടിക്കുകയോ ചെയ്തവരല്ല. വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചവരുണ്ട്, വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നവരുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു ഹൈജീനിക്കിന്റെ പ്രശ്നമുണ്ട്. നമ്മളിവിടെ ORSന്റെ ഇതെടുത്ത് നോക്കിയപ്പോൾ അതിൽ പായൽ വരെ ഇരിപ്പുണ്ടായിരുന്നു. ORS കലക്കിയ ബോക്സ് ഞങ്ങൾ തുറന്നു നോക്കിയപ്പോൾ അതിന്റെ പീഡിയാട്രിക് വാർഡിൽ മാത്രമുള്ള ഹൈജീനിക് പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. അവര് ഡ്യൂട്ടി ഡോക്ടറെ വിളിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യാതെ ഞങ്ങൾ അത്രയും നേരം 6 മണി വരെ വെയിറ്റ് ചെയ്തിരുന്നു മോനെ വെച്ചുകൊണ്ട്. മോന് നല്ല വയറുവേദനയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 6 മണിയായപ്പോഴത്തേക്കും എല്ലാവരും കൂട്ടത്തിൽ ഇഞ്ചക്ഷൻ എടുക്കും പോലെ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് ഇഞ്ചക്ഷൻ എടുത്തത്. റാൻഡാക്കിന്റെ ഇഞ്ചക്ഷൻ വീട്ടിൽ നിന്നാണ്. വെള്ളവും ഫുഡൊക്കെ വീട്ടിൽ നിന്നാണ്. പിന്നെ പുറത്തുനിന്ന് ഇന്നലെ മേടിച്ചായിരുന്നു രാത്രിയിൽ. പക്ഷെ 7 പേർക്കുണ്ടായിരുന്നപ്പോൾ സംശയം ഉണ്ടായിരുന്നു. സംഭവം അറിഞ്ഞതോടെ DMO സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്തെ സ്ഥാപനങ്ങളിൽ നിന്നും ഭക്ഷണ സാമ്പിളുകൾ ശേഖരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.